ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ബയോളജിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണണേ. അപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ പാർട്ട് 1 ടോട്ടൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 3 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒരുപാട് നമുക്ക് എക്സാമിന് വരുന്ന ഒരുപാട് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഓരോ പോയിന്റ്സും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകട്ടോ. അപ്പൊ ഈ ഒരു 1ാമത്തെ ചാപ്റ്റർ ആണ് ജീവൽ പ്രക്രിയകളിലേക്ക്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് മെറ്റബോളിസം, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും, അതുപോലെ പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും, പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും, സസ്യ സേവനങ്ങൾ, അതുപോലെ സസ്യ സംരക്ഷണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തത് ജീവന്റെ താക്കോൽ ശാസ്ത്രത്തിന്റെ സേഫിൽ. കൃത്രിമമായ ജീവൻ സൃഷ്ടിക്കാനാവുമോ? എത്രയോ കാലം മുമ്പ് ശാസ്ത്രം ഏറ്റെടുത്ത വെല്ലുവിളിയാണിത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായത് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം പിന്നിട്ടതിനു ശേഷമാണ്. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈ കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിയും. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ശാസ്ത്രം ഏറ്റെടുത്തൊരു വെല്ലുവിളി എന്താണ്? കൃത്രിമമായ ജീവൻ സൃഷ്ടിക്കാനാവുമോ എന്നുള്ള വെല്ലുവിളി ശാസ്ത്രം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണ് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമാണ് നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ ഒരു ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായത് കേട്ടോ. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരെ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. ഇനി ഇവിടെ നീ ഡ്യൂപ്ലിക്കേറ്റ്, ഞാൻ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നുമില്ല. നമ്മൾ രണ്ടും ബാക്ടീരിയകളാ. എന്നെ ലാബിൽ നിർമ്മിച്ചതാണെന്നേ ഉള്ളൂ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയും ലാബിൽ നിർമ്മിക്കപ്പെട്ട ബാക്ടീരിയയും തമ്മിൽ സാങ്കല്പിക സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശാസ്ത്രലോകത്ത് സംഭവിച്ച വിസ്മയകരമായ മുന്നേറ്റം ആയിരുന്നു കൃത്രിമ ബാക്ടീരിയയുടെ നിർമ്മാണം. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ്, ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? നമുക്കറിയാം എന്താണ്, കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരാണ് ഇത് കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കേംബ്രിഡ്ജിലെ സംഘം ഗവേഷകരാണ് ഈ ഒരു ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ജീവന്റെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകം കോശമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. അപ്പൊ ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ് കേട്ടോ. കോശം ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം കോശം. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവ ബയോമോളിക്യൂളുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് ബയോമോളിക്യൂളുകൾ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയാണ് ബയോമോളിക്യൂളുകൾ. ഓക്കെ, ഇനി ബയോമോളിക്യൂളുകളെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം. അപ്പൊ ബയോമോളിക്യൂളുകളുടെ ഇവിടെ നമുക്ക് കാണാം, പ്രധാനമായിട്ടും ഇവയെ 4 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ. കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ. ഇനി ഓരോന്നിനെയും ഉദാഹരണങ്ങളാണ് കൊടുത്തത്. കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇനി ലിപ്പിഡുകളാണ് കൊഴുപ്പുകളും എണ്ണകളും എന്തിൽ പെടുന്നതാണ്? ലിപ്പിഡുകൾ പെടുന്നതാണ് കേട്ടോ. പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികളൊക്കെ പ്രോട്ടീനുകളാണ്. എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡുകളാണ് DNA-യും RNA-യും കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം കേട്ടോ. ബയോമോളിക്യൂളുകൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ചിത്രീകരിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, അതുപോലെ സ്റ്റാർച്ച്, സെല്ലുലോസ് അല്ലെ. അതുപോലെ ഗ്ലൈക്കോജനും നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ പെടുത്തട്ടോ. മൃഗങ്ങളുടെ ശരീരത്തിൽ ഊർജ്ജം സംഭരിച്ചു വെക്കുന്ന രൂപം ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ് കേട്ടോ. ഓക്കെ. ഇനി ലിപ്പിഡുകൾ, കൊഴുപ്പുകൾ, എണ്ണകൾ, എൻസൈമുകൾ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ നമുക്ക് സ്റ്റിറോയിഡുകള്, മേഗ് ഒക്കെ നമുക്ക് എന്തില് ലിപ്പിഡുകളിൽ പെടുത്തട്ടോ. ഇനി പ്രോട്ടീനുകൾക്ക് കൂടുതൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെരാറ്റിന്, അതുപോലെ ഹീമോഗ്ലോബിന്, അതുപോലെ ഇൻസുലിന്, കൊളാജൻ, ഇതൊക്കെ എന്താണ് പ്രോട്ടീനുകൾക്ക് എക്സാമ്പിൾ ആണ്. കെരാറ്റിന്, ഹീമോഗ്ലോബിന്, ഇൻസുലിന്, കൊളാജൻ ഒക്കെ. ന്യൂക്ലിക് ആസിഡുകൾ നമ്മൾ പറഞ്ഞു DNA-യും RNA-യും ആണ് അല്ലെ. അതുപോലെ ATPയും നമുക്ക് എന്താണ് ന്യൂക്ലിക് ആസിഡുകളിൽ പെടുത്തട്ടോ. ATP ഇപ്പൊ കോശങ്ങൾക്കുള്ളിലെ ഊർജ്ജ കറൻസി, എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെ. ATPയും ന്യൂക്ലിക് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മെറ്റബോളിസം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജീവലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം, ഇതൊക്കെയാണ് ജീവലക്ഷണങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്നെടുക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് കേട്ടോ ഈ ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. അപ്പൊ ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെറ്റബോളിസത്തെ രണ്ടായിട്ട് തിരിക്കാം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന അനബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കറ്റാബോളിസവും കേട്ടോ. ഓക്കെ, അപ്പൊ മെറ്റബോളിസത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും അതുപോലെ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കറ്റാബോളിസവും. ഇതിനൂടെ സൈഡിലായിട്ട് കൊടുത്തു നോക്കാം. ഒരു കുഞ്ഞു കണക്കിന്റെ വലിപ്പം. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട്. ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ശരീരകോശങ്ങളിലാകെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എത്രയാണെന്ന് വായിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലേ, ഒരുപാട് സീറോ ഉണ്ട്. അപ്പൊ ഇത്രയും എങ്ങനെയാണ് ഒരു സെക്കൻഡിൽ ശരീരകോശങ്ങളിലാകെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ എണ്ണാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും രാസപ്രവർത്തനങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ മെറ്റബോളിസത്തെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് തിരിക്കാം അല്ലെ. മെറ്റബോളിസത്തെ അനാബോളിസം എന്നും കറ്റാബോളിസം എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. കറ്റാബോളിസം, അനാബോളിസം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമാണ് അനാബോളിസം എന്ന് പറഞ്ഞു. അതുപോലെ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് കറ്റാബോളിസം കേട്ടോ. ഇനി ഇവിടെ താഴെ ചിത്രീകരണം തന്നിട്ടുണ്ട്, ഇത് പൂർത്തിയാക്കാനാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ചിത്രം മെറ്റബോളിസത്തിൻ്റെതാണ് കേട്ടോ. അതായത് മെറ്റബോളിസത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഏതാണ് അനാബോളിസവും അതുപോലെ കറ്റാബോളിസും കേട്ടോ. അനാബോളിസും അതുപോലെ കറ്റാബോളിസും. ഓക്കെ, കറ്റാബോളിസം അതുപോലെ അനാബോളിസം. അനാബോളിസത്തിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു അനാബോളിസം എന്ന് പറഞ്ഞാല്? അതായത് ലളിതമായ തന്മാത്രകളെ കൂട്ടിയിണക്കി സങ്കീർണമായ തന്മാത്രകൾ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. അപ്പൊ തന്മാത്രകളെ കൂട്ടിയിണക്കുന്ന ഒരു പ്രക്രിയയാണ്, കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് കേട്ടോ. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ്. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, എന്നാൽ കറ്റാബോളിസം പ്രോട്ടീൻ വിഘടനം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചിത്രത്തിൽ ഇവിടെ തന്നിട്ടുള്ള പ്രകാശ സംശ്ലേഷണമാണ്. അപ്പൊ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഒരു അനാബോളിക് പ്രവർത്തനമാണ് കേട്ടോ. ഇവിടെ ലളിതമായ ഘടകങ്ങളിൽ നിന്ന് ഊർജ്ജം അടങ്ങിയ ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അനാബോളിസത്തിന് എക്സാമ്പിൾ പ്രകാശ സംശ്ലേഷണം. ഇനി ഇവിടെ പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുക ചെയ്യുന്നത് കേട്ടോ കറ്റാബോളിസത്തില്. അപ്പൊ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഒക്കെ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്നത് ഒരു കറ്റാബോളിക് പ്രവർത്തനമാണ്. അപ്പൊ പ്രോട്ടീൻ വിഘടനം അല്ലെ. അപ്പൊ വലിയ തന്മാത്രകളായ പ്രോട്ടീന് ചെറിയ തന്മാത്രകളായിട്ട് മാറുന്നതാണ് കേട്ടോ കറ്റാബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ വിഘടനം നമ്മുടെ പറഞ്ഞിട്ടുള്ളത് അമിനോ ആസിഡുകളായിട്ട് മാറുക. നമ്മുടെ കഴിക്കുന്ന പ്രോട്ടീൻ ഒക്കെ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്നത് കറ്റാബോളിസത്തിന് എക്സാമ്പിൾ ആണ്.
ഇനി മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ചുവടെ നൽകിയ വിവരണം വിശകലനം ചെയ്ത് ഇവയെ പറ്റി ധാരണ കൈവരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകളും അതുപോലെ ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. എന്താണ് എൻസൈമുകളും ഹോർമോണുകളും? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളിലൂടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ് കേട്ടോ. ഉമിനീരിലെ സെലൈവറി അമിലേസ്, ആമാശയ രസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്താണ് എൻസൈം എന്ന് പറഞ്ഞാൽ ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. ചിലപ്പോൾ പ്രസ്താവനയായിട്ട് വരാട്ടോ. എൻസൈമുകൾ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. അപ്പൊ മിക്ക എൻസൈമുകളും എന്താണ് പ്രോട്ടീനുകളാണ് കേട്ടോ. എൻസൈമുകൾ പ്രോട്ടീനുകളാണ്. അപ്പൊ എന്താണ് എൻസൈമുകൾക്ക് എക്സാമ്പിൾ തന്നു നോക്കിക്കേ. ഉമിനീരിലെ സെലൈവറി അമിലേസ് ഒരു എൻസൈമാണ്. അതുപോലെ ആമാശയ രസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ ട്ടോ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ട്ടോ. എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. അപ്പൊ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ എന്താണ് ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ജീവികളിൽ മെറ്റബോളിസത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പൊ മെറ്റബോളിസത്തിന് ആവശ്യമായ മറ്റനവധി ഘടകങ്ങൾ നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മെറ്റബോളിസത്തിന് ആവശ്യമായ മറ്റനവധി ഘടകങ്ങൾ നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്നത്? ഏതൊക്കെയാണ്? ജലം അല്ലെ, ജലം, ഓക്സിജൻ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ലവണങ്ങൾ, അതുപോലെ പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, അതുപോലെ പിന്നെന്ത് പറയാം, സൂര്യപ്രകാശം, ഇതൊക്കെ എന്താണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിലെ ഉള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ടോ. എങ്ങനെയാണ് കോശത്തിനുള്ളിലേക്ക് എത്തുന്നത്? ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിലേക്ക് എത്തുന്നത് ചിത്രീകരിച്ചിട്ടുള്ള ഈ ഒരു എന്താണ് അമീബയുടെ ചിത്രം കൊടുത്തത് കണ്ടില്ലേ. എങ്ങനെയാണ്? അമീബയിൽ ഏകകോശ ജീവിയാണല്ലേ അമീബ. ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിൽ ബാഹ്യ പരിസരത്ത് നിന്നുള്ള പദാർത്ഥങ്ങൾ നേരിട്ട് കോശസ്തരത്തിലൂടെയാണ് എത്തുന്നത്. നമുക്ക് പറയാം ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. കോശസ്തരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോശത്തിന് ചുറ്റുമുള്ള ഈ ഒരു എന്താണ് ഈ ഒരു ഭാഗമാണ് കോശസ്തരം എന്ന് പറയാം. ഇതിലൂടെ നേരിട്ട് കോശദ്രവത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ജന്തുക്കളിൽ എങ്ങനെയാണ് കോശങ്ങൾക്കിടയിലെ ദ്രവം, അതായത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ മറ്റു ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുക ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഏകകോശ ജീവികൾ നമ്മൾ നേരിട്ട് കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞു. എന്നാൽ ജന്തുക്കളിൽ നമ്മൾ പറഞ്ഞു ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലൂടെ ദ്രവത്തിലേക്ക് എത്തുക ചെയ്യുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ സസ്യങ്ങളിലോ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നത്. 3 മാർഗങ്ങളാണ് കൊടുത്തത്. ഒന്ന് കോശഭിത്തിയിലൂടെ, നമുക്കറിയാം സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോശഭിത്തി. അപ്പൊ ഒന്നാമത്തെ മാർഗം എങ്ങനെയാ? കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ എത്തുന്നുണ്ട്. രണ്ടാമത് തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. മൂന്നാമത്തത് ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്
കോശസ്തരത്തിലൂടെ എത്തുന്നുണ്ട് ട്ടോ. ഇങ്ങനെ 3 മാർഗങ്ങളിലൂടെയാണ് ദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവികളിൽ മെറ്റബോളിസത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇവിടെ പറഞ്ഞത്? ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയായിരുന്നു? ഇവിടെ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ ഇതൊക്കെ കോശത്തിനുള്ളിലുള്ളതാണ്. എന്നാൽ മെറ്റബോളിസത്തിന് ആവശ്യമായ മറ്റനവധി ഘടകങ്ങൾ അവയുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ജലം, ഓക്സിജൻ, CO2, ലവണങ്ങൾ, ന്യൂട്രിയൻസ്, സൂര്യപ്രകാശം ഒക്കെ കേട്ടോ. ഈ ഒരു ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങൾ എങ്ങനെയാണ് ജന്തുക്കളുടെയും അതുപോലെ കോശജീവികളിലെയും സസ്യങ്ങളിലെയും ഒക്കെ കോശത്തിനുള്ളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി ബാഹ്യ പരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതിയും ഉണ്ടോ? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ ഊഹം കുറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് കുട്ടിയുടെ സംശയം? ബാഹ്യ പരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതിയും ഉണ്ടോ എന്നാണ് ട്ടോ. അപ്പൊ ഈ ഒരു സംശയം എന്താണ്? ബാഹ്യ പരിസ്ഥിതി പോലെ തന്നെ ജീവികളുടെ ശരീരത്തിനുള്ളിലും ഒരു പ്രത്യേക പരിസ്ഥിതി ഉണ്ട് ട്ടോ. ഇതിനെയാണ് നമ്മൾ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ജന്തുക്കൾ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്നു. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ആന്തര പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയെ പോലെ തന്നെ ജീവികളുടെ ശരീരത്തിനുള്ളിലും ഒരു പ്രത്യേക പരിസ്ഥിതിയുണ്ട്. ഇതിനെയാണ് ആന്തര പരിസ്ഥിതി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ജന്തുക്കളിലെ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം, അതായത് ഏതാണ് ആ ദ്രവം? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്ന് പറയട്ടെ. എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. അതുപോലെ ഇത് ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്നു. അപ്പൊ സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെയാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. ഇനി അടുത്ത ഹെഡിങ് ആണ് പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ. ഇവിടെ കോശങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു കോശമാണ് കേട്ടോ. കോശങ്ങളാണ്, ഒരുപാട് കോശങ്ങളുണ്ട്. അതിലൊരു കോശമാണിത്. അപ്പൊ കോശസ്തരത്തിന്റെ ഘടനയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോശസ്തരം? ഒരു കോശത്തിന്റെ ഔട്ടർ ലൈൻ ആണ് കേട്ടോ കോശസ്തരം എന്ന് പറഞ്ഞാല്. അപ്പൊ കോശസ്തരത്തിലെ മുഖ്യ ഘടകങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ലിപ്പിഡുകള്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റുകളൊക്കെ കേട്ടോ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് കോശസ്തരത്തിനുള്ളിൽ നമുക്ക് കോശദ്രവ്യം കാണാൻ പറ്റും ട്ടോ. ഓക്കെ, ഇനി ഒരു കോശത്തെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോശസ്തരത്തെയാണ് ഇവിടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കോശസ്തരത്തിനകത്ത് ലിപ്പിഡ് ഉണ്ട്, അതുപോലെ പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ കാണപ്പെടുന്ന ഇതിനെയാണ് ലിപ്പിഡ് എന്ന് പറയുന്നത് കേട്ടോ. ലിപ്പിഡ് ഒരു തലയും വാലുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇതിനെയാണ് ലിപ്പിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ പ്രോട്ടീനുകളാണ്. ഇതും അതുപോലെ ഈ പിങ്ക് കളറിലും യെല്ലോ കളറിലും ഒക്കെ കാണിച്ചിരിക്കുന്നത് പ്രോട്ടീനുകളാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു സ്ഥലത്തിന് പുറത്ത് ശൃംഖല പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോശസ്തരം പ്ലാസ്മസ്തരം എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. കോശസ്തരം പ്ലാസ്മസ്തരം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പ്ലാസ്മസ്തരത്തെ വരണധാരി സ്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് കണ്ടെത്തൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്ലാസ്മസ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാവൂ. അപ്പൊ കോശസ്തരത്തെയാണ് പ്ലാസ്മസ്തരം എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മസ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാവൂ. ഓക്കെ, ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മസ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാവൂ. അപ്പൊ ജലത്തിനും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് പ്ലാസ്മസ്തരത്തിലൂടെ കടന്നു പോകാൻ കഴിയും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മസ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാനാവൂ.
ഓക്കെ. അപ്പൊ കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. അതെങ്ങനെയെന്ന് അറിയണ്ടേ? അതാണ് ഇനി പറയാൻ പോകുന്നത് ട്ടോ. പ്ലാസ്മ സ്ഥിരത്തിലൂടെ ജലതന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. എന്താണ് പ്രവർത്തനം കൊടുത്തിട്ടുള്ളത്? ചീരത്തണ്ടിന്റെയോ റിയോ ഇലയുടെയോ നേർത്ത പുറംപാളി എടുക്കുക. അതിനെ രണ്ടായി മുറിച്ച് അതിലൊന്ന് ശുദ്ധജലത്തിലും മറ്റേത് ഗാഢ ഉപ്പ് ലായനിയിലും ഇടുക. 2 മിനിറ്റ് ശേഷം 2 പാളികളിലും സ്ലൈഡിലേക്ക് മാറ്റി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് ട്ടോ. ഇനി ഇവിടെ നിരീക്ഷണം ചിത്രീകരിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിത്രം 1.2 എയും 1.2 ബിയും എന്നിവയുമായി നിങ്ങൾ വരച്ച ചിത്രങ്ങളെ താരതമ്യം ചെയ്ത് ഓരോന്നും ഏത് സാഹചര്യത്തിൽ എന്ന് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 1.2 എയില് ഇതിൽ കോശം വീർത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ? കോശം വീർത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ശുദ്ധജലത്തിൽ വെക്കുമ്പോൾ പുറത്തുള്ള ജലം കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനാണ് എൻഡോസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ശുദ്ധജലത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ശുദ്ധജലത്തിൽ വെക്കുമ്പോൾ പുറത്തുള്ള ജലം കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേതോ 1.2 ബിയില് ഇതിൽ കോശദ്രവ്യം ചുരുങ്ങി കോശഭിത്തിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? അതായത് കോശദ്രവ്യം ചുരുങ്ങി കോശഭിത്തിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു. ഗാഢമായ ഉപ്പുലായനിയിൽ വെക്കുമ്പോൾ കോശത്തിനുള്ളിലെ ജലം പുറത്തേക്ക് പോവുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ശുദ്ധജലത്തിൽ വെക്കുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അതായത് പുറത്തുള്ള ജലം എന്താണ്? ശുദ്ധജലം എന്താണ്? പുറത്തുള്ള ജലം കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ എന്താണ്? ഇവിടെ നമ്മൾ ഉപ്പുലായനിയിലാണ് വെച്ചത്. അപ്പൊ ഉപ്പുലായനിയിൽ വെക്കുമ്പോൾ കോശത്തിനുള്ളിലെ ജലം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ടും രണ്ട് പേരാണ്. ആദ്യത്തെ ഇതിൽ എന്താ നടക്കുന്നത്? എൻഡോസ്മോസിസ് ആണ് കേട്ടോ. പുറത്തുള്ള ജലം അകത്തേക്ക് കടക്കുന്നതാണ് എൻഡോസ്മോസിസ് എന്ന് പറയുന്നത്. മറ്റേത് അകത്തുള്ള ജലം, അതായത് കോശത്തിനുള്ളിലെ ജലം പുറത്തേക്ക് പോകുന്നതാണ് എക്സോസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ബീക്കറിൽ ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും അർദ്ധധാരി സ്തരം കൊണ്ട് വേർതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പരീക്ഷണത്തിന്റെ തുടക്കം എയും ബിയും എങ്ങനെയാണ്? ഭാഗം എയില് ശുദ്ധജലാണ് അല്ലെ? അപ്പൊ ജലതന്മാത്രകളുടെ ഗാഢത കൂടുതലായിട്ട് കാണാം. എന്നാൽ ബിയിലെ ഉപ്പുവെള്ളമാണ് ജലതന്മാത്രകളുടെ ഗാഢത കുറവായിരിക്കും കേട്ടോ തുടക്കത്തിൽ. ഇനി 1 മണിക്കൂറിന് ശേഷം ഭാഗം എയിൽ എന്താണ്? ജലതന്മാത്രകൾ അർദ്ധധാരി സ്ഥലത്തിലൂടെ ഭാഗം ബിയിലേക്ക് ഒഴുകുന്നു. ഇതിനാൽ ഭാഗം ബിയിൽ ജലനിരപ്പ് ഉയരുന്നു കാണാൻ പറ്റും ട്ടോ. ഓക്കെ. ഇനി ഒഴുക്കിന്റെ ദിശ എങ്ങനെ? ജലതന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഉപ്പുവെള്ളത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. ഇവിടെ പരീക്ഷണത്തിന്റെ തുടക്കത്തിൽ ജലതന്മാത്രകളുടെ ഗാഢത നമ്മൾ പറഞ്ഞു. 1 മണിക്കൂറിന് ശേഷം തന്മാത്രകളുടെ ഗാഢത എന്താണ്? പിന്നെ ഈ ഒരു പിന്നെ ശുദ്ധജലത്തിൽ നിന്ന് ഗാഢത കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? ഒഴുക്കിന്റെ ദിശ നമ്മൾ പറഞ്ഞു എങ്ങോട്ടായിരുന്നു? ജലതന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന്, അതായത് ശുദ്ധജലത്തിൽ നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക്. ഓക്കെ. ഇനി ശുദ്ധജലത്തിലിട്ട ഉണക്കമുന്തിരിക്ക് എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്ന് കണ്ടെത്തൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ്? ഉണക്കമുന്തിരി വീർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കാരണം എന്താ? മുന്തിരിക്കുള്ളിലെ ജലത്തിന്റെ ഗാഢത പുറത്തുള്ള ശുദ്ധജലത്തേക്കാൾ കുറവാണ്. അതിനാൽ പുറത്തെ ജലം എന്താണ്? പിന്നെ മുന്തിരിക്കുള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. മുന്തിരിക്കുള്ളിലെ ജലത്തിന്റെ ഗാഢത പുറത്തുള്ള ശുദ്ധജലത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അതിനാൽ പുറത്തെ ജലം എന്താണ്? അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, മുന്തിരിക്കുള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഓസ്മോസിസ്? ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഓസ്മോസിസിലൂടെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ജലത്തെ കൂടാതെ മറ്റ് ഘടകങ്ങളും ഉണ്ടല്ലോ, അവ എങ്ങനെയാകും കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുട്ടിയുടെ സംശയം നമ്മൾ കണ്ടില്ലേ? അപ്പൊ ജലത്തെ കൂടാതെ മറ്റു ഘടകങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയാം. അത് എങ്ങനെയാണ് കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് അല്ലെ? അപ്പൊ ജലത്തെ കൂടാതെ ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയുള്ള വാതകങ്ങളൊക്കെ വ്യാപനം വഴിയാണ് കോശസ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. വ്യാപനം വഴിയാണ്. അപ്പൊ ഊർജം ഉപയോഗിക്കാതെ തന്നെ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങുന്ന രീതിയാണ് വ്യാപനം എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വ്യാപനം വഴിയാണ് കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഇവിടെ
കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചുവല്ലോ. ചിത്രീകരണം 1.5 സൂചകങ്ങൾക്ക് അനുസരിച്ച് വിശകലനം ചെയ്ത് പ്ലാസ്മ സ്ഥലത്തിലൂടെ ഓക്സിജന്റെ വ്യാപനം എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് നിഗമനം രേഖപ്പെടുത്തും എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും? കോശസ്തരം കൊടുത്തിട്ടുണ്ട് അല്ലെ, കോശസ്തരം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കാണ്. അപ്പൊ ജലം കോശത്തിനുള്ളിലേക്ക് കടക്കുന്നത് ഓസ്മോസിസ് വഴി ആണ് അല്ലെ. അപ്പൊ എന്നാൽ ഓക്സിജൻ പോലെയുള്ള വാതകങ്ങൾ കോശത്തിനകത്തേക്ക് പുറത്തേക്ക് കടക്കുന്നത് വ്യാപനം വഴിയാന്ന് പറഞ്ഞു. അപ്പൊ തുടക്കത്തിൽ എന്താണ്, അതായത് കോശത്തിന് പുറത്ത് ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം കൂടുതലും കോശത്തിനുള്ളിൽ കോശദ്രവ്യത്തിലും കുറവുമാണ്. അതുകൊണ്ട് തന്നെ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാം എന്താണ്, പിന്നെ കോശത്തിന് പുറത്ത് ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ അകത്ത് എന്തായിരിക്കും, ഒരു തന്മാത്രയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യാം, ഓക്സിജൻ തന്മാത്രകൾ സഞ്ചരിക്കാം. ഓക്കെ, അപ്പൊ രണ്ട് ഭാഗത്ത് തന്മാത്രകളുടെ ഗാഢത ഒരുപോലെ ആകുന്നത് വരെ ഈ ഒരു പ്രക്രിയ തുടരുട്ടോ. എന്നാണ് നമുക്ക് ഇവിടെ കാണാം. രണ്ട് ഭാഗത്തും ഒരുപോലെ തന്മാത്രകൾ എണ്ണാവുന്നത് വരെ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള തന്മാത്രകളുടെ ഒഴുക്കാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഊർജം ആവശ്യമില്ല, വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചിത്രം കൊടുത്ത് 1.6, 1.7 എന്നിവ സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് പദാർത്ഥ വിനിമയത്തിന് സഹായകമായ മറ്റു രണ്ട് പ്രക്രിയയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ, ഗ്ലൂക്കോസിന്റെ ഗാഢത കൂടുതൽ, അയോണുകളുടെ ഗാഢത കൂടുതൽ. പിന്നെ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ള എന്താണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. അത് പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ചില പദാർത്ഥങ്ങൾ, അതായത് ഗ്ലൂക്കോസ്, അതുപോലെ അയോണുകള്, ഇതൊക്കെ എന്താ കോശസ്തരത്തിലെ ലിപ്പിഡ് പാളികളിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ലിപ്പിഡ് പാളികൾ പറഞ്ഞില്ലായിരുന്നോ കോശസ്തരത്തിന്റെ ചിത്രത്തില്. അപ്പൊ ലിപ്പിഡ് പാളികളിലൂടെ നേരിട്ട് കടന്നു പോകാൻ കഴിയില്ല. അപ്പൊ ഇത്തരം പദാർത്ഥങ്ങളുടെ കോശസ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെയാണ് കടന്നു പോകുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഈ പ്രക്രിയക്ക് ഊർജം ആവശ്യമില്ല. ഓക്കെ, അടുത്ത ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചില പ്ലാസ്മ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കേട്ടോ. ഇവിടെ ഊർജ്ജം ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചില സാഹചര്യങ്ങൾ കോശത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഗാഢത കൂടിയ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും. ഇതിനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഊർജം ആവശ്യമാണ്. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, പ്ലാസ്മ സ്ഥലത്തിലെ വാഹക പ്രോട്ടീനുകൾ ഊർജം ഉപയോഗിച്ച് പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇനി പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഉൾപ്പെടുത്തിയ ഒരു വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് ഈ വർക്ക് ഷീറ്റ്, തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവം പ്രക്രിയയുടെ പേരുമാണ്. ഒന്നാമത്തത് എന്താ കൊടുത്തത്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് എന്തായിരുന്നു, വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലെ. ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷന്. ഇനി ഇവിടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ജലത്തിന് മാത്രം ബാധകം എന്താണ്, ആസ്രവണം. ഓക്കെ, ഇനി ഊർജം വേണ്ടത് ഏതൊക്കെയായിരുന്നു, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഊർജം വേണം അല്ലെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഊർജം വേണം. അതുപോലെ ഊർജം വേണ്ടാത്തത് എന്തായിരുന്നു, വ്യാപനം. ഇനി അതുപോലെ തന്നെ നമ്മള് ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ളത് ആസ്രാവണം. ഇതിനൊന്നും ഊർജം വേണ്ട കേട്ടോ. ഇനി വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് എന്താണ്, വ്യാപനത്തിനും ആസ്രാവണത്തിനുമാണ് വ്യാപക പ്രോട്ടീൻ വേണ്ടാത്തത്. വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നതോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വേണം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ
അല്ലെങ്കിൽ അതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും ഇതിന് വാഹക പ്രോട്ടീൻ ആവശ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എന്താണ് വ്യാപനം, തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങുന്നതിനാണ് വ്യാപനം എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ പിന്നെ എന്താണ് ആസ്രാവണം, എന്താണ് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ ജലതന്മാത്രകൾ മാത്രം നീങ്ങുന്ന രീതിയാണ് ആസ്രാവണം കേട്ടോ, ഓസ്മോസിസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനോ പ്രോട്ടീനുകളുടെ സഹായത്തോടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് കേട്ടോ, കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് നീങ്ങുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഊർജം ഉപയോഗിച്ച് ഗാഢത കുറഞ്ഞ ഇടത്ത് നിന്ന് കൂടിയിടത്തേക്ക് പദാർത്ഥങ്ങളെ പമ്പ് ചെയ്യുന്നതിനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വിലയിരുത്താന്നുള്ള ഭാഗം കൂടി നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.